അമേരിക്കയിൽ എന്താണ് യഥാർത്ഥത്തിൽ സംഭവിക്കുന്നത്? US ശാസ്ത്രജ്ഞന്മാർ എവിടെ പോവുകയാണ്? നമുക്കറിയാം, ഈ ശാസ്ത്രജ്ഞന്മാർ എന്ന് പറയുന്നത് ഒരു നാടിന്റെ നട്ടെല്ലാണ്. ഈ ശാസ്ത്രജ്ഞന്മാരുടെ തിരോധാനവും ഇവരുടെ കൊലപാതകവും ഒക്കെ ഇറാനുമായി ബന്ധപ്പെട്ട് നമ്മൾ ഒരുപാട് കേട്ടിട്ടുണ്ട്. അതായത് ഇറാനിൽ ആണവ ശാസ്ത്രജ്ഞന്മാരെ ഇസ്രായേൽ നിരന്തരം കൊന്നൊടുക്കുകയാണ്. ഇപ്പോൾ ഇത് അമേരിക്കൻ ശാസ്ത്രജ്ഞന്മാർ എവിടെ പോയി എന്നുള്ള ചോദ്യമാണ് ഇപ്പോൾ ഉയർന്നു വരുന്നത്. കഴിഞ്ഞ 3 വർഷത്തിനിടെ ആണവ ബഹിരാകാശ പദ്ധതികളിൽ ഉൾപ്പെട്ട 10 ശാസ്ത്രജ്ഞന്മാർ ഉൾപ്പെടെ ഒരു ദുരൂഹ സംഭവത്തിന് ശേഷം അമേരിക്കയിൽ ഒരു വലിയ ഒരു പ്രതിഷേധവും ഒരു കോളിളക്കവും ഉണ്ടായിട്ടുണ്ടെന്നുള്ളതാണ് റിപ്പോർട്ട്. ഈ ശാസ്ത്രജ്ഞർ 5 പേരെയാണ് കാണാതായിരിക്കുന്നത്. 5 ശാസ്ത്രജ്ഞർ മരിക്കുകയും ചെയ്തിട്ടുണ്ട്. വാസ്തവത്തിൽ അമേരിക്കയുടെ ആണവ പദ്ധതി ലോകത്തിലെ ഏറ്റവും സുരക്ഷിതമായിട്ടാണ് കാണപ്പെടുന്നത്. ഒരു രാജ്യത്തിനും അതിൽ ഇടപെടുന്നതിനെ കുറിച്ച് ചിന്തിക്കാൻ പോലും കഴിയില്ല. എന്നിരുന്നാലും ഈ കാര്യം പുറത്തു വന്നതിന് ശേഷം അമേരിക്ക ആണവ പദ്ധതിയിൽ ഉൾപ്പെട്ട ശാസ്ത്രജ്ഞന്മാരുടെ സുരക്ഷയെക്കുറിച്ച് ചോദ്യങ്ങൾ ഉയർന്നു വരുന്നു. ഈ 10 ശാസ്ത്രജ്ഞരെ സംബന്ധിച്ച് US ഒരു അന്വേഷണ സമിതിയും ഉടൻ രൂപീകരിച്ചു എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. ദുരൂഹമായി കാണാതായ 10 ശാസ്ത്രജ്ഞരും അമേരിക്കയിലെ ഏറ്റവും സുരക്ഷിതമായ ചില ലാബുകളിൽ ജോലി ചെയ്തിരുന്നു. അമേരിക്കയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ശാസ്ത്ര സ്ഥാപനങ്ങളായിട്ടുള്ള നാസ, ലോസ് അലോമോസ്, മസാച്യുസെറ്റ്സ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി എന്നിവിടങ്ങളിലെ ശാസ്ത്രജ്ഞർ ഇതിൽ ഉൾപ്പെടുന്നു. കാണാതായതോ മരിച്ചതോ ആയ ചില ശാസ്ത്രജ്ഞർ റോക്കറ്റ് മെറ്റൽ, ന്യൂക്ലിയർ ഫ്യൂഷൻ പോലുള്ള സെൻസിറ്റീവ് പ്രോജക്റ്റുകളിലാണ് പ്രവർത്തിച്ചിരുന്നത് എന്നുള്ളത് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമാണ്. ഈ ഒരു സാഹചര്യത്തിൽ ഈ ശാസ്ത്രജ്ഞന്മാരുടെ പെരുമാറ്റവും അതിന് സമാനമായിട്ടുള്ള രീതികളും അവസാന നിമിഷത്തിൽ എങ്ങനെയായിരുന്നു എന്നുള്ള കാര്യവും കൂടെ ഇപ്പോൾ പരിശോധിക്കാൻ ഒരുങ്ങുകയാണ് എന്ന റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു. 5 ശാസ്ത്രജ്ഞരുടെ കാര്യത്തിൽ അവർ വീട്ടിൽ നിന്നും ഫോണുകൾ എടുത്തിട്ടില്ല, താക്കോലും പേഴ്സും എടുത്തുപോയി. പിന്നീട് അവർ തിരിച്ചെത്തിയിട്ടില്ല എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. എന്തായാലും ആണവ ഫണ്ടിംഗ് പദ്ധതിയിൽ പ്രവർത്തിച്ചില്ല വിരമിച്ച US വ്യോമസേനയിൽ ജനറൽ വില്യം നിക് മക്കൈലാൻഡ് ഈ വർഷം ഫെബ്രുവരി 27-ന് വീട്ടിൽ നിന്ന് അപ്രത്യക്ഷനായി. ഇതിനു പുറമെ നാസ റോക്കറ്റ് ശാസ്ത്രജ്ഞയായിട്ടുള്ള മോണിക്ക റീജ പെട്ടെന്ന് വീട്ടിൽ നിന്ന് അപ്രത്യക്ഷനായി. ആണവായുധങ്ങളുടെ സ്പെയർ പാർട്സ് നിർമ്മിക്കുന്ന സ്റ്റീവൻ ഗാർസിയസും പെട്ടെന്ന് വീട്ടിൽ നിന്ന് അപ്രത്യക്ഷനായി. ഗാർസിയ തന്റെ ഫോണും വാലറ്റും വീട്ടിൽ ഉപേക്ഷിച്ചാണ് പോയത്. ലോസ് അലോമോസ് ലാബിലെ മെലീസ കാസിയാസ് എന്ന പെൺകുട്ടിയും വീട്ടിൽ നിന്ന് കാണാതായി. 2026 മെയ് മാസത്തിൽ ആന്റണി ഷാവേസിനെയും കാണാതായി എന്നുള്ളതാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്. ന്യൂസ് ഡെസ്ക് ന്യൂസ് ഇന്ത്യ മലയാളം.